നമസ്കാരം. തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിനുള്ളിൽ നിന്നാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിലെ തന്നെ ഗൂഢാലോചനയാണെന്നും ADGP MR അജിത് കുമാറിന്റെ മൊഴി പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നതും മറുനാടൻ മലയാളിക്കെതിരെ നടന്ന ഗൂഢാലോചന. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണ സംഘത്തിന് അജിത് കുമാർ നൽകിയ മൊഴിയിലാണ് പോലീസിലെ കൂട്ടാളികൾക്കെതിരായ വിമർശനം. മുൻ MLA PV അൻവറിന് വഴങ്ങാത്തതാണ് ആരോപണങ്ങൾക്ക് കാരണമെന്നും മൊഴിയിൽ പറയുന്നു. മറുനാടൻ മലയാളിയും ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കുമെതിരെ കേസെടുക്കാൻ അൻവർ നടത്തിയ സമ്മർദ്ദങ്ങൾക്ക് തെളിവാണ് പുറത്തു വന്ന മൊഴി. വലിയ ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നുവെന്ന് വ്യക്തം. പരാതികൾ പരിശോധിച്ച നിയമോപദേശം തേടിയ ശേഷം അൻവർ ആവശ്യപ്പെടും വിധമുള്ള സെക്ഷനുകൾ ഇടാനാകില്ലെന്ന് അറിയിച്ചെന്നാണ് അജിത് കുമാറിന്റെ മൊഴി. ഷാജൻ സ്കറിയെ ജയിലിൽ അടയ്ക്കാൻ നടത്തിയ അട്ടിമറി ശ്രമങ്ങളുടെ നേർചിത്രമാണ് അജിത് കുമാറിന്റെ മൊഴി. ഒരു പോലീസ് ഓഫീസർ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ചും തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. അത്തരത്തിൽ അന്വേഷിക്കുന്ന കേസുകളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നിയമപരമായി അല്ലാതെ ഇടപെടാൻ സാധിക്കില്ല. ഒരു MLAയുടെ ആവശ്യപ്രകാരം ഇല്ലാത്ത സെക്ഷനുകളിട്ട് കേസെടുക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സാധിക്കില്ല. അൻവർ MLAയുടെ നിയമപരമല്ലാത്ത ആവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ നിരാകരിച്ചതുകൊണ്ട് അത് ക്രമസമാധാന ചുമതലയുള്ള ADGPയോട് ആവശ്യപ്പെട്ടു. അതിനുശേഷവും നടത്തിക്കൊടുക്കാത്തതിലുള്ള വിരോധം കാരണമാണ് അൻവർ MLA ഇത്തരത്തിലുള്ള വ്യാജ ആരോപണം നടത്തിയത്. ഇതുകൂടാതെ ഷാജൻ സ്കറിയയ്ക്കെതിരെ മറ്റ് ചില കേസുകളിൽ IT ആക്ട് 66F ഇട്ടതായും തുടർന്ന് മനസ്സിലായിട്ടുണ്ട്. കേസുകൾ എടുക്കുന്നതിനും മുമ്പും പിമ്പും എനിക്കെതിരെ നിരവധി വീഡിയോകൾ ഷാജൻ സ്കറിയ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യക്തിയെ ഞാൻ സഹായിച്ചുവെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. UK വെച്ച് യൂറോ തന്നുവെന്ന് പറയുന്നു. UK പൗണ്ടാണ് പണമായി ഉപയോഗിക്കുന്നതെന്നും അജിത് കുമാർ മൊഴി നൽകിയിട്ടുണ്ട്. PV അൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അജിത് കുമാർ മൊഴിയിൽ തള്ളിക്കളയുന്നുണ്ട്. PV അൻവറിന്റെ ഗൂഢതാൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് തനിക്കെതിരായ നീക്കങ്ങൾക്ക് അൻവർ തുടക്കമിട്ടത്. ഭാര്യയുടെ അച്ഛൻ തന്ന ഭൂമിയിലാണ് കവടിയാറിൽ വീട് വെക്കാൻ തുടങ്ങിയത്. അതിൽ ഒരു തരത്തിലുള്ള അനധികൃത സമ്പാദനവും ഇല്ലെന്നാണ് അദ്ദേഹം മൊഴിയിൽ പറയുന്നത്. അൻവറിന്റെ നിയമപരമല്ലാത്ത നടപടികൾക്ക് തടസ്സം വരാതിരിക്കാൻ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തന്നെ മാറ്റാൻ അദ്ദേഹവും ദേശദ്രോഹ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും പോലീസ് വകുപ്പിനുള്ളിലെ തന്നോട് വിരോധമുള്ള ഉദ്യോഗസ്ഥരും ചില സംഘടനാ നേതാക്കളും കൂടി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നാണ് അജിത് കുമാർ മൊഴിയിൽ പറയുന്നത്. ഫ്ളാറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിലും അദ്ദേഹം മറുപടി പറഞ്ഞു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഫ്ളാറ്റ് വാങ്ങിയപ്പോഴും വിൽപ്പന നടത്തിയപ്പോഴും വിശദാംശങ്ങൾ സർക്കാരിൽ അറിയിച്ചിരുന്നുവെന്ന് അജിത് കുമാർ വ്യക്തമാക്കി. PV അൻവറുമായി അനുനയ ചർച്ച നടത്തിയിരുന്നുവെന്ന് അജിത് കുമാർ മൊഴിയിൽ വ്യക്തമാക്കി. അൻവറിനെ നേരിട്ട് കണ്ടും സംശയങ്ങൾ തീർക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതുപ്രകാരം ബാല്യകാല സുഹൃത്ത് മുജീബിനൊപ്പം PV അൻവറിന്റെ പട്ടത്തുള്ള സുഹൃത്ത് നജീബിന്റെ വീട്ടിൽ പോയി നേരിട്ട് കണ്ടുവെന്നും അജിത് കുമാർ വ്യക്തമാക്കി. അതായത് പട്ടത്തെ വീട്ടിലാണ് മറുനാടനെതിരായ ഗൂഢാലോചന അൻവർ നടത്തിയതെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. വീട് നിർമ്മിക്കുന്നത് ഭാര്യാപിതാവ് നൽകിയ ഭൂമിയിലാണെന്നും ഫ്ളാറ്റ് മറിച്ച് വിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരുന്നു. വിജിലൻസ് കൃത്യമായ പരിശോധന നടത്തിയിട്ടില്ലെന്നും തെളിവുകൾ കണക്കിലെടുക്കാതെയുള്ള റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. അജിത് കുമാർ ₹1 പോലും അനധികൃതമായി സമ്പാദിച്ചതിന് തെളിവില്ലെന്ന് കാട്ടിയാണ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ അസൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന് ശേഷമായിരുന്നു കോടതിയുടെ നടപടി. വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് DYSP ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് പ്രത്യേക യൂണിറ്റാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. മതിയായ രേഖകളും തെളിവും വിജിലൻസ് പരിശോധിച്ചില്ല. മേലുദ്യോഗസ്ഥനെ സംരക്ഷിക്കുക എന്ന മട്ടിൽ അന്വേഷണം പൂർത്തിയാക്കിയാണ് വിജിലൻസ് ചെയ്തതെന്നും കോടതി ഉത്തരവിലുണ്ട്.